പാലക്കാട് കൊടുമ്പിൽ കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. കൊടുമ്പ് ഓലശ്ശേരി സ്വദേശി മാരിമുത്തുവാണ് മരിച്ചത്. പാടത്ത് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. രാവിലെ 7 മണിയോടെ തോട്ടത്തിലേക്ക് എത്തിയ മാരിമുത്തുവിനെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വീണ്ടും പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും മരണമുണ്ടായിരിക്കുന്നു. പാലക്കാട് തന്നെയാണ് വാർത്ത. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതായത് ഇന്ന് രാവിലെ ഏകദേശം 6 മണി 7 മണി സമയത്താണ് മാരിമുത്തു കൊടുമ്പ് ഈ ഓലശ്ശേരി പാളയം സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക്, തെങ്ങും തോട്ടമാണ്, ആ തോട്ടത്തിലേക്ക് എത്തുന്നത്. തേങ്ങകൾ പെറുക്കിക്കൂട്ടുന്നതിന് വേണ്ടി എത്തിയതാണ്. ഈ സമയത്ത് ഇവിടെ ഒരു വൈദ്യുതി ലൈൻ പൊട്ടി കിടപ്പുണ്ടായിരുന്നു. ഈ തോട്ടത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി, മോട്ടോർ പുരയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ലൈനിൽ നിന്ന് ഒരു ലൈൻ പൊട്ടിക്കിടക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഷോക്കേറ്റാണ് മാരിമുത്തുവിൻ്റെ ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും സമയമേറെ വൈകിട്ടും മാരിമുത്തു വീട്ടിലേക്ക് തിരിച്ചെത്താതായതോടുകൂടി ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മാരിമുത്തുവിനെ ഇത്തരത്തിൽ ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ KSB അധികൃതരെ അതുപോലെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ ലൈനിലേക്കുള്ള വൈദ്യുതി ഓഫ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബന്ധുക്കൾ എത്തുകയും ചെയ്തതിലും നാട്ടുകാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാവിലെ നേരത്തെ പോയതാണല്ലേ? മൂപ്പര് വന്നിട്ട് രാവിലെ നേരത്തെ വന്ന് എല്ലാ പ്രതിദിനം വരാറുണ്ട്, തോട്ടത്തിൽ വരാറുണ്ട്. വന്ന് കക്ഷി ഇവിടെ വന്നിട്ട് തേങ്ങയിട്ട് പറിക്കും. അതുപോലെ തന്നെ ഈ തെങ്ങുമട്ട അടുത്ത് ചാക്ക് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ ലൈൻ ഈ തെങ്ങിൽ വരഞ്ഞു നിൽക്കുന്നത് ലൈൻ അത് വരഞ്ഞ് പൊട്ടി വീണത് കക്ഷി കണ്ടിട്ടില്ല. ആ കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലും അറിയാതെ ചവിട്ടി പോവുകയും ആള് ഇങ്ങനെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ റിട്ടയർഡ് ഇലക്ട്രിസിറ്റി സബ് എഞ്ചിനീയർ നാരായണനുണ്ട്. മൂപ്പര് വേഗം EBക്ക് വിളിച്ചു പറഞ്ഞിട്ട് മൂപ്പര് ആ ലൈൻ ഓഫ് ചെയ്ത്, അതിന് ശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വിളിച്ച് വിവരം അറിയിക്കുന്ന സംവിധാനമുണ്ട്.